കടുവ ഒരു മുറിയിലായിരുന്നു. ദ ടൈഗർ വാസ് ഇൻ എ റൂം. യെസ്, ദ ടൈഗർ വാസ് ഇൻ എ റൂം. കടുവ ഒരു മുറിയിലായിരുന്നു. ആളുകളുടെ സംസാരം കേട്ടാണ് അവൻ ഉണർന്നത്. ഹി വോക്ക് അപ്പ്, ഹേർഡ് പീപ്പിൾ ടോക്കിംഗ്. ആളുകൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അവൻ ഉണർന്നത്. അവൻ്റെ യജമാനൻ അകത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഹിസ് മാസ്റ്റർ വിഷ്ഡ് ടു എൻ്റർ ഇൻസൈഡ്. അവൻ്റെ യജമാനൻ അകത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. നമുക്ക് നോക്കാം. ഹിസ് മാസ്റ്റർ വാണ്ടഡ് ടു ഗോ ഇൻ. അവൻ്റെ യജമാനന് അകത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ അകത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. ആളുകൾ പറഞ്ഞു, ഇല്ല, ഇത് സുരക്ഷിതമല്ല. പീപ്പിൾ സെഡ്, ദിസ് ഈസ് നോട്ട് സേഫ്. നോ, ഇറ്റ് ഈസ് നോട്ട് സേഫ്. ഗുരു പറഞ്ഞു, കടുവ എന്നെ ഉപദ്രവിക്കില്ല. ദ മാസ്റ്റർ സെഡ്, ദ ടൈഗർ വോണ്ട് ഹേർട്ട് മീ. ടൈഗർ വിൽ നോട്ട് ഹേർട്ട് മീ. എന്നിട്ടും അവർ ഇല്ലെന്ന് പറഞ്ഞു. സ്റ്റിൽ ദേ സെഡ് നോ. മീൻസ് ആളുകൾ. ഒരു വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ബിഗ് ഓഫീസർ സെഡ്. ഇവിടെ അതൊരു വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ആണ്. ബിഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്യുറസി പ്രശ്നമുണ്ട്. മെയിൻ ഓഫീസർ എന്നൊക്കെയാണ് വരേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഫോർമേഷനും ട്രാൻസ്ലേഷനൊക്കെ മനസ്സിലാക്കുന്ന ഭാഗമായതുകൊണ്ട് വേർഡ് ബൈ വേർഡ് കൊടുത്താണ്. ഓക്കെ. നിങ്ങൾ ഒരു കുറിപ്പ് എഴുതിയാൽ മാത്രമേ പോകാൻ കഴിയൂ. നിങ്ങൾ ഒരു കുറിപ്പ് എഴുതിയാൽ മാത്രമേ പോകാൻ കഴിയൂ. യു ക്യാൻ ഗോ ഓൺലി ഇഫ് യു റൈറ്റ് എ നോട്ട്. ഒരു എഴുത്ത് എഴുതിയാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. മാസ്റ്റർ കുറിപ്പ് എഴുതി. ദ മാസ്റ്റർ റോട്ട് എ നോട്ട്. കഠിനമായ ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതിയത്. ഹി റോട്ട് ഇറ്റ് ഇൻ എ ടഫ് മാനർ, അല്ലെങ്കിൽ ഹി റോട്ട് ഇറ്റ് ഇൻ എ ഹാർഡ് ലാംഗ്വേജ്. കഠിനമായ ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതിയത്. ആർക്കും അത് വായിക്കാൻ കഴിഞ്ഞില്ല. നോ വൺ കുഡ് റീഡ് ഇറ്റ്. ആർക്കും അത് വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ സമ്മതിക്കേണ്ടി വന്നു. ബട്ട് ദേ ഹാഡ് ടു അഗ്രി. ഓക്കെ.